നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. അതിനുശേഷം ഇന്ന് നല്ലവണ്ണം അപ്പായതും ഡൗൺ ആയതുമായ സ്റ്റോക്കുകൾ, അതിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. കൂടാതെ ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം നിഫ്റ്റി 24,800 മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. അതായത് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത് 23,950 എന്ന മെയ് 9 തീയതിയിലെ ലോയിൽ നിന്ന് മെയ് 20 എത്തിയപ്പോഴേക്കും ഏകദേശം 1,200-നടുത്ത് പോയിൻറ്റ്സ്, ഏകദേശം 5% നിഫ്റ്റി പെട്ടെന്ന് ഉയർന്നത്. അതിനുശേഷമുള്ള നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു സൈഡ് വേസിലുള്ള മൂവ്മെൻ്റാണ്, ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ 24,450 എന്ന ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കോഷ്യസ് ആയി ഇരിക്കേണ്ടതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്സൈഡിൽ 25,100 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോസിംഗ്, ഡെയിലി ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അപ്പ് മൂവ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് 129 പോയിൻറ്റ്സാണ് ഉയർന്നത്. 55,546 ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും ഇപ്പോൾ ഉണ്ടാകുന്നതെല്ലാം കുറേയധികം ഡോജി ക്യാൻഡിലുകളാണ്. കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ കഴിയുന്നില്ല. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അതിനു മുന്നേ ആയി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വെറും ഒരു മാസത്തേക്ക് 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഗ്രൂപ്പിൽ എഡ്യൂക്കേഷണൽ വ്യൂസ് ആയിട്ട് നൽകുന്ന ധാരാളം സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ടാർഗറ്റുകൾ കൂടി നമ്മൾ അതിൽ നൽകാറുണ്ട്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് നമ്മൾ പറഞ്ഞത് മെയ് 19 തീയതിയാണ്. അന്ന് സ്റ്റോക്കിൻ്റെ എഡ്യൂക്കേഷണൽ വ്യൂ നമ്മൾ പറയുന്നത് 142.50 എന്ന പ്രൈസിലായിരുന്നു. ഇപ്പോൾ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 193 രൂപയിലാണ്. അതായത് കേവലം 9 ദിവസം കൊണ്ട് 35% റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. അതുപോലെ ലോയിഡ് എഞ്ചിനീയറിംഗ് 19% റിട്ടേൺ 4 ദിവസം കൊണ്ട്. ITI 302 എന്ന പ്രൈസിലായിരുന്നു നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂ ഷെയർ ചെയ്തത്. അത് 340 വരെ അപ്പായി, ഏകദേശം 12%. കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ കൊടുത്തിരുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട ഇൻസൈഡർ ട്രേഡിംഗ് വാർത്ത തന്നെയായിരുന്നു. സ്റ്റോക്ക് പക്ഷേ ഇന്ന് 2% നേട്ടമാണ് ഉണ്ടാക്കിയത്. അത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറെ ഗുണകരമാവുകയും ചെയ്തു. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നത് ട്രംപിൻ്റെ തീരുവകൾ കോടതി അവിടെ തടയുകയുണ്ടായി. ഇതോടെ IT സ്റ്റോക്കുകൾ തന്നെയാണ് അവിടെ നേട്ടമുണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഗുണം ഇന്ത്യയിലെ IT സ്റ്റോക്കുകൾക്കും ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് IT സെക്ടർ ഏകദേശം 0.77% നേട്ടമാണ് ഉണ്ടാക്കിയത്. പിന്നീട് ഓട്ടോ സെക്ടർ 0.5% നേട്ടമുണ്ടാക്കി. ഫാർമ 0.9% നേട്ടവും ഉണ്ടാക്കി. മെറ്റൽ സ്റ്റോക്കുകളാണ് പിന്നീട് നല്ല നേട്ടമുണ്ടാക്കിയത്. 1.2%. 1.1% നേട്ടമുണ്ടാക്കിയത് റിയാലിറ്റി സെക്ടർ ആയിരുന്നു. ഇൻഡീസസിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മിഡ് ക്യാപ്പ് ആയിരുന്നു. 0.5% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ റിയാലിറ്റി സെക്ടറാണ് നല്ല നേട്ടമുണ്ടാക്കിയത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ വർഷം റിയൽ എസ്റ്റേറ്റ് മേഖല 8% ഇടിഞ്ഞത്. അതേസമയം സെൻസെക്സ് 9% നേട്ടമുണ്ടാക്കി. ഈ ഇടിവ് പ്രധാനമായും സംഭവിക്കാനുണ്ടായ കാരണം ഫിനാൻഷ്യൽ ഇയർ 2025 രണ്ടാം പാദത്തിൽ പ്രോപ്പർട്ടി വിൽപ്പനയിലുണ്ടായ ആ ഒരു ദുർബലത തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് വളരെ പോസിറ്റീവായ ഒരു കാര്യം റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നടന്നത്, ആഗോള ബ്രോക്കേജ് സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി ചില റിയൽ എസ്റ്റേറ്റ് ഓഹരികളെ നിക്ഷേപിക്കാനുള്ള ഒരു നല്ല അവസരമായിട്ടാണ് കാണുന്നത്. അതായത് ഈ ബ്രോക്കേജ് സ്ഥാപനം ഒരു പോസിറ്റീവ് ലോങ് ടേം ഔട്ട്ലുക്കാണ് നിരവധി സ്റ്റോക്കുകൾ കാണുന്നത്. അത് വളരെയേറെ പോസിറ്റീവാണ്. അതായത് മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് ആയിട്ടാണ് DLFനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ടാർഗറ്റ് 900 നിന്ന് 910 അപ്ഗ്രേഡ് ചെയ്തു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സിൻ്റെ ടാർഗറ്റ് 1370 നിന്ന് 1700 അപ്ഗ്രേഡ് ചെയ്തു. ഇനി ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ ഒരു റേറ്റിംഗ് ഡൗൺഗ്രേഡ് നടന്നിരിക്കുന്നത്. ഓവർ വെയ്റ്റിൽ നിന്ന് ഈക്വൽ വെയിറ്റ് ആയിട്ട് കുറച്ചിരിക്കുന്നു. 3400 നേരത്തെ അവർ ടാർഗറ്റ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 3400 കുറച്ചു. ഒബ്രോയ് റിയാലിറ്റിയുടെയും പ്രൈസ് ടാർഗറ്റ് കുറച്ചിരിക്കുകയാണ്. 2060 നിന്ന് 1700 കുറച്ചു. മാക്രോ ഡെവലപ്പേഴ്സിൻ്റേത് 1230 നിന്ന് 1400 പ്രൈസ് റിവൈസ് ചെയ്തിരിക്കുന്നു. ഇതോടെ ഇന്ന് നിരവധി റിയാലിറ്റി സ്റ്റോക്കുകളാണ് നല്ല നേട്ടമുണ്ടാക്കിയത്. ആനന്ദ് രാജ് 5% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് 3.5%, DLF 3%, ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 2% നേട്ടവുമാണ് ഇന്നുണ്ടാക്കിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലി
ഇന്ത്യയിലെ റിയാലിറ്റി സെക്ടറിനെ സംബന്ധിച്ച് നല്ല ഔട്ട്ലുക്ക് രേഖപ്പെടുത്തിയതോടെ ഇത് റിയാലിറ്റി സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യം തന്നെയാണ്. മറ്റ് സ്റ്റോക്കുകളിൽ Q4 റിസൾട്ടുകൾക്ക് ശേഷം കുമ്മിൻസ് ഇന്ത്യ ഏകദേശം 6% നേട്ടമുണ്ടാക്കി. ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് ഫിനാൻഷ്യൽ ഇയർ 2025 കുമ്മിൻസ് ഇന്ത്യ നേടിയത്. കൂടാതെ ദീപക് നൈട്രൈറ്റിൻ്റെ നല്ല റിസൾട്ടുകൾ Q4 പുറത്തു വന്നതോടെ സ്റ്റോക്ക് 5% നേട്ടമുണ്ടാക്കി. എറ്റേണൽ, സ്വിഗ്ഗി എന്നിവയിൽ ഒരു ബൈയിങ് കണ്ട ദിവസമായിരുന്നു. 2 മുതൽ 3% വരെ ഉയർന്നു. വാരി എനർജീസിന് 1500 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചതോടെ സ്റ്റോക്ക് 8% നേട്ടമുണ്ടാക്കി. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. അതിന് മുന്നേയായി നമ്മുടെ അടുത്ത ഓൺലൈൻ ബാച്ച് ജൂൺ 2-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രേഡിംഗ് കോഴ്സിൽ കവർ ചെയ്യുന്നത്. എങ്ങനെ ഇക്വിറ്റീസിൽ ട്രേഡ് ചെയ്യണം, ട്രേഡിംഗ് സൈക്കോളജി, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, കൂടാതെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എന്തൊക്കെ ടൂളും ടെക്നിക്കുകളുമാണ് ഉപയോഗിക്കേണ്ടത്, ഗ്ലോബൽ മാർക്കറ്റുകളെ നമ്മൾ എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത്. ആഴ്ചയിൽ 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയാവും ഉണ്ടായിരിക്കുക. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ അതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% അടുത്ത് പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.13% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 1.5% അടുത്ത് നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 2% അടുത്ത് നേട്ടത്തിൽ, ചൈനീസ് മാർക്കറ്റ് 0.7% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റുകൾ പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. S&P 500 0.4% നേട്ടത്തിൽ, നാസ്ഡാക്ക് 0.7% നേട്ടത്തിൽ, ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,922 എന്ന നിലയിലാണ്. 14 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ട്രേഡിംഗ് ദിവസം അവസാനിക്കുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിരിക്കുന്നത്. നാളെ രാവിലെ വീണ്ടും നമുക്ക് നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസുമായി കാണാം. നാളെ രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വീണ്ടും നമുക്ക് കാണാം. എങ്കിൽ ഏവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി.